വിഴിഞ്ഞത്ത് വീട്ടിന് മുന്നിലെ വ്യത്യസ്തനായ അതിഥിയെ കണ്ട് ആ വീട്ടുകാരും വല്ലാതെ അങ്ങ് അമ്പരന്ന് പോയി. ഇതുവരെ കാണാത്ത ഒരിനം തവളയെ കണ്ട കൗതുകത്തിലായിരുന്നു അവരും ഉണ്ടായിരുന്നത്. വിഴിഞ്ഞ സ്വദേശി ഇന്ദുവിന്റെ വീട്ടിലേക്കാണ് ഈ പച്ചത്തവള എത്തിയത്. അപ്പോൾ പച്ചത്തവളയുടെ വിശേഷങ്ങൾ കണ്ടുവരാം. എല്ലാവരും ഒരുപാട് നേരം പലവട്ടം നോക്കി. കൗതുകം അവസാനിക്കുന്നതേയില്ല. ശരീരത്തിലെ പച്ചയും കൈകാലുകൾ വിടർത്തുമ്പോൾ തെളിയുന്ന ചുവപ്പു കലർന്ന ഓറഞ്ച് നിറവും തുറച്ചു നോക്കുന്ന കണ്ണുകളും, അങ്ങനെ കൗതുകം തീരുന്നതുവരെ അവയെല്ലാം വീട്ടുകാർ നോക്കി നിന്നു. വിഴിഞ്ഞം സ്വദേശി ഇന്ദുവിന്റെ വീടിന്റെ മുന്നിലാണ് പച്ചത്തവള വീട്ടുകാരെ കാത്തിരുന്നത്. ഫോൾസ് മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്നാണ് കക്ഷിയുടെ പേര്. സദാസമയം മരത്തിലായതുകൊണ്ട് മരത്തവള എന്നാണ് മലയാളികൾക്കിടയിലെ പേര്. ഇണചേരുന്നതിനും പ്രജനനത്തിനും മാത്രം ഈ ഇനം തവളകൾ താഴെ ഇറങ്ങാറുള്ളൂ. അങ്ങനെ താഴെ ഇറങ്ങുന്ന ചുരുക്കം നിമിഷങ്ങളിൽ ഒന്നാണ് ഇത്. ഞാൻ ജസ്റ്റ് ഇവിടെ തൂത്തുകൊണ്ടിരുന്നപ്പം ഇതിങ്ങനെ ഒന്ന് കിടക്കണേ, ആദ്യം കരുതി ഇലയെന്നാ, ഒരു തട്ടി നോക്കിയപ്പോൾ ഇത് ഇങ്ങനെ കാല് വിടർത്തി. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി, ചുവപ്പും അതിൻ്റെ കാലിൻ്റെ ഒരു ഭംഗി കണ്ടിട്ടാണ് പിന്നെ ഫോട്ടോ എടുത്ത്. വായുവിലൂടെ ചെറിയ രീതിയിൽ സഞ്ചരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഇവയെ ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്ന് വിളിക്കുന്നത്. മരത്തിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ കൈകാലുകൾക്കിടയിലെ ത്വക്ക് പാരച്യൂട്ട് പോലെ പ്രവർത്തിക്കും. ഏതാണ്ട് 9 മുതൽ 12 മീറ്റർ വരെ ഉയരത്തിൽ ഈ ഇനം തവളകൾക്ക് ചാടാൻ കഴിയും. ഈ ഇനം കുഞ്ഞൻ തവളകൾക്ക് ശരീരത്തിൽ നേർത്ത വരകളുണ്ടാകും. വനം വകുപ്പിനെ കാത്തിരിക്കുന്ന സമയം കാഴ്ചയിലെ കൗതുകവും ഒപ്പം പച്ചത്തവള ഇനത്തെക്കുറിച്ചുള്ള പഠനത്തിലുമായിരുന്നു നാട്ടുകാർ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. സാധാരണയായി ഈ അനിമേഷൻ കാർട്ടൂണുകളിലൊക്കെയാണ് ഇങ്ങനെ പച്ചത്തവളയെ കാണാറുള്ളത്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നേരിട്ട് ഇങ്ങനെ ജീവിതത്തിൽ നമുക്കത് ഇങ്ങനെ ഒരു പച്ചത്തവളയുണ്ട് എന്നുള്ളത് കാണാൻ കഴിയുന്നത്. അതിന് പറക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പറക്കാൻ എന്ന് പറഞ്ഞാൽ പക്ഷിയെ പോലെ അങ്ങനെ പറന്ന് കിടക്കാൻ പറ്റും എന്നുള്ളതല്ല, അതിൻ്റെ കാലുകൾ അങ്ങ് പരത്തി വെച്ച് കുറച്ചൊന്ന് ദൂരേക്ക് തെന്നി നീങ്ങാനായിട്ട് അതിന് പറ്റും എന്നുള്ളതാണ്. പ്രത്യേക ഇനത്തിൽപ്പെട്ട തവളയാണ്. അത് ആ വീട്ടുകാരുടെ മുഖത്തും അതെ അതിനെ കണ്ടപ്പോഴുള്ള വലിയ കൗതുകം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമുക്കൊപ്പം ഈ പച്ചത്തവളയുടെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട്. രാഹുലിന് എന്തായാലും ഇതിനെ കണ്ടപ്പോൾ കൗതുകം കുറച്ച് കൂടി കാണും, കാരണം കൗതുക ലേശം കൂടുതലുള്ള ആളാണ് രാഹുൽ. ഈ ചെറിയ സാധനങ്ങൾ, ചെറിയ വസ്തുക്കൾ, ചെറിയ ജീവികൾ, അതിനെയൊക്കെ കാണുമ്പോൾ മുഖത്ത് വരുന്ന അയ്യോ എന്നുള്ള ഒരു ക്യൂട്ട് എക്സ്പ്രഷൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ രാഹുലെ പറഞ്ഞോളൂ, പച്ചത്തവളയെ കണ്ട വിശേഷം. ഇതിപ്പോൾ കാഴ്ചയിലെ കൗതുകം തന്നെയാണ് ഏറ്റവും പ്രധാനമായ അടിസ്ഥാനം. കാരണം തവളകളെ നമ്മൾ കാണാറുണ്ട്. കാണുമ്പോൾ നമുക്ക് പലപ്പോഴും പലർക്കും പല രീതിയിലാണ് ഈ പല്ലി, തവള, അല്ലെങ്കിൽ ഈ ഉരകങ്ങൾ, പല ഉരകങ്ങൾ, പിന്നെ ഈ തവള അതുപോലുള്ള ഇതിനെ കാണുമ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് അടുത്തേക്ക് ചെല്ലാൻ പോലും വല്ലാത്തൊരു മനോഭാവം കാട്ടുന്ന ഇടത്താണ് ഇവിടെ ഇത് കൗതുകമായി മാറുന്നത്. കാരണം വീടിന് മുന്നിൽ ചെല്ലുമ്പോൾ ആ നിറം കണ്ടാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിലാണ് ഞാനെങ്കിൽ പോലും ഇത് കൗതുകത്തോടെ നോക്കി നിൽക്കും കേട്ടോ. കാര്യം അതിൻ്റെ നിറം, നമ്മൾ ആ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അത് കൈകാലുകൾ വിടർത്തുമ്പോൾ ഉണ്ടാകുന്ന ആ മാറ്റമൊക്കെ വലിയ രസമുള്ളതാണ്. ഒപ്പം ഏറ്റവും പ്രധാനമായി വനം വകുപ്പിനെ കാത്തിരുന്ന ആ അത്രയും നിമിഷം ഈ വീട്ടുകാർ, ആ നാട്ടുകാർ ഒരു പഠനത്തിൻ്റെ കൂടി ഭാഗമാകുകയായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇത് മലബാറിൽ കാണുന്ന ഇനമാണ്. അത് നമ്മുടെ നാട്ടിലേക്ക്, അതായത് പ്രത്യേകിച്ച് വിഴിഞ്ഞമാണ്, തിരുവനന്തപുരമാണ്, ഇവിടേക്ക് വരുമ്പോൾ അതിനെ ഫാൾസ് മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്നാണ് വിളിക്കുക. അതായത് മലബാറിൻ്റെ ഇനം അല്ല, തൊട്ട് നമ്മുടെ ഈ വശത്ത് കാണുന്ന അല്ലെങ്കിൽ ഈ പ്രദേശത്ത് കാണുന്ന തവള എന്നാണ് വിശേഷിപ്പിക്കുക. അങ്ങനെ പഠനം കൂടി നടന്നു പോവുകയാണ്. അപ്പം ഇതിന് പറക്കാൻ കഴിയില്ല, പക്ഷേ ഗ്ലൈഡ് ചെയ്യാൻ കഴിയും. ഈ കാറ്റിലൂടെ പാരച്യൂട്ട് പോലെ ഈ പറന്ന് താഴേക്ക് ഇറങ്ങാൻ കഴിയും എന്നൊരു വസ്തുതയും കൂടി അങ്ങനെ ഒരു പഠനത്തിൻ്റെ ഭാഗമാകുന്നു. വീട്ടുമുറ്റത്ത് കടന്നു ചെല്ലുമ്പോൾ കാണുന്ന ഈ പച്ചത്തവള അത് കൗതുകത്തിൻ്റെ ഭാഗമാകുന്നു, അപ്പോൾ വലിയ പഠനത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി ഇതിൻ്റെ ഈ കുഞ്ഞിനങ്ങൾക്ക് സീബ്ര പോലെ വരകളുണ്ടെന്ന് പറയുന്നത്. അതായത് ഒരു ഇലയുടെയോ മരത്തിൻ്റെ ഇടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ കഴിയില്ല. അതൊരു പ്രതിരോധം, അതിൻ്റെ ജൈവികമായ പ്രതിരോധത്തിൻ്റെ ഭാഗം കൂടിയാണത്. എന്തായാലും നമുക്കും ആ വീട്ടുകാർക്കുണ്ടായ കൗതുകം, എനിക്ക് തോന്നുന്നു ആ ബൈറ്റ് തരുമ്പോൾ ആ വീട്ടമ്മയെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇന്ദു എന്നാണ് വീട്ടമ്മയുടെ പേര്. ആദ്യഘട്ടത്തിൽ വല്ലാത്തൊരു അങ്കലാപ്പും ആശങ്കയൊക്കെ ഉണ്ട് തവള അടുത്തേക്ക് വന്നു. പിന്നീട് ആ തവളയെ വെച്ചുകൊണ്ടാണ് നമുക്ക് സൗണ്ട് ബൈറ്റ് പോലും തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കൗതുകമാണ് ഏതെങ്കിലും ഒരു കാര്യത്തെ ഇഷ്ടത്തോടെ അടുത്തറിയുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഇഷ്ടം. ഒപ്പം പിന്നീട് രാഹുലിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവരുടെ പ്രതികരണം കേട്ടപ്പോഴും ശരിയാണ്, അവർക്കും അതെ, അത് ആദ്യം അടുത്തിരിക്കുമ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്, പക്ഷെ വളരെ രസമായിട്ടാണ് സംസാരിക്കുന്നത്. കാണാനുള്ള പച്ച നിറത്തിലെ വ്യത്യസ്തത മാത്രമല്ല, മറ്റ് പ്രത്യേകതകൾ കൂടിയുണ്ട് ആ പച്ചത്തവളയ്ക്ക്.